പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഹെയർ ബോസും മാലയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു നേവി ബ്ലൂ കളറിലുള്ള ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടി കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ മാലയും കയ്യിലിടുന്ന ചെയിനും തലയിൽ വയ്ക്കുന്ന ബോയും ഉണ്ട്. മൂന്നും ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തതാണ്. ബോ വന്നിട്ട് ഗ്ലിറ്റർ ട്യൂബും വൈറ്റ് കളറ് ഫ്ലവറും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടുത്തത് കാണിക്കാൻ പോകുന്നത് യെല്ലോ കളറിലുള്ള ബീഡ്സിൽ പാലക്ക മാലയുടെ ലോക്കറ്റ് വരുന്നതാണ്. ഇത് ചെറിയ പിള്ളേർക്ക് പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇടാൻ നല്ല രസമായിരിക്കും. ഇത് വന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ചാണ്. ഇത് മെറൂൺ കളർ ബീഡ്സും പാലക്കയുടെ ലോക്കറ്റും. ഇത് കുറച്ച് വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റിയതാണ്. ഗിയർ വയറിനകത്ത് സിമ്പിളായിട്ടുള്ള, ഒട്ടും ഹെവി അല്ലാത്ത, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. അതിൻ്റെയും ലോക്കറ്റ് വന്നിട്ട് പാലക്കയുടെ തന്നെയാണ്. ഇത് ഇപ്പം ഞാൻ വെച്ച് കാണിക്കുന്നത് ഗ്രീൻ കളറിലുള്ള ലോക്കറ്റാണ് വരുന്നത്. അടുത്തത് മറൂൺ കളറിലുള്ള ലോക്കറ്റാണ് വരുന്നത്. രണ്ടും സെയിം പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് കളറെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റിയതാണ്. അടുത്ത കാണിക്കുന്ന രണ്ട് കൈ ചെയിനാണ്. അതും കിഡ്സിൻ്റെ തന്നെയാണ്. പിങ്കും ബ്ലൂവിലും ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് ഹെയർ ബോയാണ്. ഇത് ലാവൻഡർ ഷെയ്ഡിൽ സാറ്റേൺ ബോയിൽ ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വെച്ച് കാണിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ തലയിൽ തന്നെ വെച്ച് കാണിക്കുകയാണ് കേട്ടോ. ഇത് റെഡ് കളറിൽ റെഡും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവർ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് വന്നിട്ട് ഒരു ലേസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു വയലറ്റ് കളർ ലേസിനകത്ത് വൈറ്റ് കളറ് ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ബോയാണ്. അതിൻ്റെ മുടി കുടുങ്ങിപ്പോയി. അടുത്തത് വന്നിട്ട് വൈറ്റ് ഗ്ലിറ്റർ ട്യൂബ് മാത്രമുള്ള, വേറെ അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വെറും വൈറ്റ് ഗ്ലിറ്റർ ട്യൂബ് മാത്രം വെച്ച് ചെയ്തിട്ടുള്ളൊരു ബോയാണ്. അത് യൂണിഫോമിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേരും. ഇത് വന്നിട്ട് വയലറ്റ് കളർ ബീഡ്സ് മാത്രം വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഗ്ലിറ്റർ ട്യൂബും ബീഡ്സും ഫ്ലവേഴ്സും ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് റെഡ്, ഗോൾഡൻ, വൈറ്റ്, ഇത്രയും കളർ കോമ്പിനേഷനാണ്. അടുത്തതും ഒരു ലേസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഗ്രീൻ കളർ ലേസിനകത്ത് വൈറ്റ് കളർ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ. ഇത് ഒത്തിരി കളറുകളുണ്ട്. ഇത് ഒരെണ്ണം ഞാൻ വെച്ച് കാണിക്കാം. ചെറിയ സ്റ്റോൺ വന്നിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ. അത് എടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്ന് രണ്ടെണ്ണം ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ പല കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, മജന്തയുണ്ട്. അങ്ങനെ കുറച്ച് കളർ ഷെയ്ഡ് ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് പോയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഓർഡർ ഉള്ളപ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് പോയിട്ട് പേര് വെച്ചിട്ടുള്ള മാല ചെയ്യും, പിന്നെ ബോ ചെയ്യും, കൈ ചെയിൻ ചെയ്യും. ഇതൊക്കെ ഞാൻ പേര് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഗ്ലിറ്റർ ട്യൂബിൻ്റെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.